ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചു നിർത്തിയത് എറേഴ്സ് എന്ന സെക്ഷനാണ്. മെഷേർഡ് വാല്യൂ ട്രൂ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിന് വിളിക്കുന്ന പേരാണ് എറേഴ്സ്. എറേഴ്സിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എററും. നോൺ കോസസ് കൊണ്ടുണ്ടാകുന്ന എററിനെ സിസ്റ്റമാറ്റിക് എന്നും അല്ലാതെ വരുന്ന എറേഴ്സിനെ എല്ലാം റാൻഡം എറർ എന്ന് അറിയപ്പെടുന്നു. റാൻഡം എറർ കുറയ്ക്കാനുള്ള ഒരു എളുപ്പമാർഗം ഒന്നിലധികം തവണ എക്സ്പെരിമെന്റ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ചെറിയ കാര്യം നോക്കാം. ഒരു എക്സ്പെരിമെന്റ് വഴി എനിക്ക് കിട്ടിയ വാല്യൂസ് A1, A2, A3 എക്സെട്ര AN ആണെന്ന് നിങ്ങൾ കരുതുക. ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്തു. ആ എക്സ്പെരിമെന്റ് വഴി എനിക്ക് കിട്ടിയ വാല്യൂസ് A1, A2, A3 എക്സെട്ര ഏതുവരെയാണ്? AN വരെയാണ്. അപ്പൊ ഇതിന്റെ ട്രൂ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. ട്രൂ വാല്യൂ അല്ലെങ്കിൽ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് മീൻ വാല്യൂ. ട്രൂ വാല്യൂ ഓർ മീൻ വാല്യൂ റെപ്രസെന്റ് ചെയ്യേണ്ടത് ഈ കിട്ടിയ വാല്യൂസിന്റെ ട്രൂ വാല്യൂ ആണ് അല്ലെങ്കിൽ മീൻ വാല്യൂ ആണ്. എഴുതേണ്ടത് A ഇട്ടിട്ട് മേളിലൊരു വര വരയ്ക്കുക. ഇതിന് A ബാർ എന്ന് വിളിക്കുക. അപ്പൊ A ബാർ ഇൻഡിക്കേറ്റ്സ് ട്രൂ വാല്യൂ ഓർ മീൻ വാല്യൂ. മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? A ബാർ ആണ്. ഇനി A ബാർ എങ്ങനെ കണ്ടെത്താം? ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ കണ്ടെത്താനായിട്ട് ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. പറഞ്ഞേ, A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര ഇവിടം വരാം AN ഡിവൈഡഡ് ബൈ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക? ഹരിക്കുക. എണ്ണം എത്ര എണ്ണം ഉണ്ട്? N വരെയല്ലേ പോയത്. അപ്പൊ എത്ര എണ്ണം വരും? N എണ്ണം വരും. നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ എണ്ണം എന്ന് പറഞ്ഞാൽ N ആണ്. അപ്പൊ മീൻ വാല്യൂ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? മീൻ വാല്യൂ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അളവുകളെല്ലാം കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക? ഹരിക്കുക. ഇത് നമ്മൾ ജനറൽ കേസ് ആണ് പറയുന്നത്. ഇത് വെച്ചിട്ട് മറ്റൊരു പ്രോബ്ലം നമ്മൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യും? മനസ്സിലാവും. ജനറൽ കേസ് ആദ്യം പഠിക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം സെക്ഷനിലേക്ക് പോവാം. അപ്പൊ എങ്ങനെയാ മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ കണ്ടെത്തേണ്ടത്? മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ കണ്ടെത്താൻ തന്നിരിക്കുന്ന അളവുകളെല്ലാം കൂട്ടിയതിന് ശേഷം എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക? ഹരിക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ കിട്ടിയാൽ അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അബ്സല്യൂട്ട് എറർ ആണ്. അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എററിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഡെൽറ്റ എ എന്നാണ്. ഡെൽറ്റ എ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അബ്സല്യൂട്ട് എററിനെയാണ്. എന്താണ് അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇങ്ങനെ എഴുതിയ ബിറ്റ്വീൻ എന്ന് വായിക്കുക കേട്ടോ. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് എറർ. അപ്പൊ നോക്കിക്കേ, A1 എന്ന് പറഞ്ഞാൽ ഒരു മെഷേർഡ് വാല്യൂ ആണ്. അപ്പോ A1 എന്ന മെഷേർഡ് വാല്യൂവും A ബാർ എന്ന ട്രൂ വാല്യൂവും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതാണ് അബ്സല്യൂട്ട് എറർ. A2 എന്നത് ഒരു മെഷേർഡ് വാല്യൂ ആണ്. A ബാർ എന്നത് ട്രൂ വാല്യൂ ആണ്. A ബാറും A2ഉം തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതാണ് അബ്സല്യൂട്ട് എറർ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ 7 മെഷേർഡ് വാല്യൂ കണ്ടെത്തിയാൽ 7 അബ്സല്യൂട്ട് എറർ വരും. 10 മെഷേർഡ് വാല്യൂ കണ്ടെത്തിയാൽ 10 അബ്സല്യൂട്ട് എറർ വരും. N മെഷേർഡ് വാല്യൂ കണ്ടെത്തിയാൽ N അബ്സല്യൂട്ട് എറർ വരും. ഓരോന്നിന്റെയും അബ്സല്യൂട്ട് എറർ പറഞ്ഞ് ഡെൽറ്റ A1 ഒന്നാമത്തതിന്റെ അബ്സല്യൂട്ട് എറർ. എന്താ ചെയ്യാനുള്ളത്? ട്രൂ വാല്യൂവിൽ നിന്നും അല്ലെങ്കിൽ മീൻ വാല്യൂവിൽ നിന്നും ഒന്നാമത്തെ മെഷേർഡ് വാല്യൂ കുറയ്ക്കുക. കൂടാതെ നിങ്ങൾ എന്തും കൂടെ കൊടുക്കുക? അതിന്റെ നെഗറ്റീവ് സൈൻ മാറ്റാൻ വേണ്ടി ഒരു മോഡുലസ് കൂടെ കൊടുക്കുക. അടുത്ത പറഞ്ഞേ ഡെൽറ്റ A2 പറഞ്ഞേ. ഡെൽറ്റ A2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെഷേർഡ് വാല്യൂവിൽ ഉണ്ടാകുന്ന എന്ത് എററാണ്? അബ്സല്യൂട്ട് എറർ ആണ്. കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യണം? കണ്ടെത്താനായിട്ട് ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂവിൽ നിന്നും രണ്ടാമത്തെ മെഷേർഡ് വാല്യൂ ആയിട്ടുള്ള എന്ത് കുറയ്ക്കണം? A2 കുറയ്ക്കണം. ഓക്കെ. ഡെൽറ്റ A3 പറഞ്ഞു. ഇതുപോലെ ഡെൽറ്റ A3 കണ്ടെത്താൻ എന്ത് ചെയ്യണം? A ബാർ മൈനസ് A3. ഇവിടെ എല്ലാം എന്തെടുക്കണം? മോഡുലസ് എടുക്കണം. അപ്പൊ ഇങ്ങനെ എവിടം വരെ ചെയ്യാൻ പറ്റും? N അളവുകൾ ഉള്ളത് കൊണ്ട്, AN എന്ന് പറയുന്ന മെഷേർഡ് വാല്യൂ ഉള്ളത് കൊണ്ട് ഇങ്ങനെ എവിടം വരെ ചെയ്യാം? ഡെൽറ്റ ഏത് വരെ ചെയ്യാം? AN വരെ ചെയ്യാം.
അപ്പോ എ ബാർ മൈനസ് എന്തെന്ന് കിട്ടും, എ എൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ട്രൂ വാല്യൂ എന്താണെന്ന് മനസ്സിലായി, മീൻ വാല്യൂ എന്താണെന്ന് മനസ്സിലായി, അതുപോലെ എന്ത് എറർ മനസ്സിലായി, അബ്സല്യൂട്ട് എറർ എന്താണെന്ന് മനസ്സിലായി. അബ്സല്യൂട്ട് എററിനെ ഡിനോട്ട് ചെയ്യേണ്ടത് ഡെൽറ്റ എ വെച്ചിട്ടാണ്. ഇനി ഈ അബ്സല്യൂട്ട് എററുകൾ എത്ര എണ്ണം ഉണ്ടോ അത്രയും എന്ത് കിട്ടും, അബ്സല്യൂട്ട് എറർ കിട്ടും. ഈ അബ്സല്യൂട്ട് എററിന്റെ മീൻ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന എററിനെ വിളിക്കുന്ന പേരാണ് മീൻ അബ്സല്യൂട്ട് എറർ. എന്താ പറഞ്ഞത്, അബ്സല്യൂട്ട് എററിന്റെ മീൻ ആണ് മീൻ അബ്സല്യൂട്ട് എറർ. അപ്പൊ മൂന്നാമത്തെ കാര്യം മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എററിനെ ഡിനോട്ട് ചെയ്യേണ്ടത് ഡെൽറ്റ എ എന്ന് എഴുതിയാൽ അത് അബ്സല്യൂട്ട് എറർ ആയി. ഇനി ഇതിന്റെ മീൻ കണ്ടെത്താൻ പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു വര വരയ്ക്കുക. എന്തെന്ന് വായിക്കണം, ഡെൽറ്റ എ ബാർ എന്ന് വായിക്കണം. എ ബാർ എന്ന് പറഞ്ഞാൽ അത് ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ ആണ്. ഡെൽറ്റ എ ബാർ എന്ന് പറഞ്ഞാൽ അത് മീൻ അബ്സല്യൂട്ട് എറർ ആണ്. ഓക്കെ, മീൻ അബ്സല്യൂട്ട് എറർ എങ്ങനെ കണ്ടുപിടിക്കണം, ഇറ്റ് ഈസ് ദ മീൻ ഓഫ് എന്ത്, ഇറ്റ് ഈസ് ദ മീൻ ഓഫ്, ഇറ്റ് ഈസ് ദ മീൻ ഓഫ് അബ്സല്യൂട്ട് എറർ. ഇറ്റ് ഈസ് ദ മീൻ ഓഫ് അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എററിന്റെ മീൻ ആണ് മീൻ അബ്സല്യൂട്ട് എറർ. അപ്പോ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ എന്ത് കണ്ടെത്തുക, മീൻ കണ്ടെത്തുക. അപ്പോ ഡെൽറ്റ എ ബാർ സമം എന്തെന്ന് എഴുതുക, ഡെൽറ്റ എ വൺ പ്ലസ് ഡെൽറ്റ എ ടു പ്ലസ് ഡെൽറ്റ എ ത്രീ പ്ലസ് എക്സെട്ര എവിടം വരാ ഡെൽറ്റ എ എൻ. എന്ത് ചെയ്യുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് മീൻ അബ്സല്യൂട്ട് എറർ. മൂന്ന് കാര്യമായി, ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ, അബ്സല്യൂട്ട് എറർ അല്ലെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ. ജനറൽ കേസ് ആണ് പറയുന്നത്. ഒരു പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യും. മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചാൽ പിന്നെ പഠിക്കാനുള്ളത് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഇപ്പോ കിട്ടിയ മീൻ അബ്സല്യൂട്ട് എററിനെ മീൻ വാല്യൂ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി ഏതാണോ അതിന് വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് എറർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ടു ദി മീൻ അബ്സല്യൂട്ട് എറർ ആൻഡ് മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ. മീൻ അബ്സല്യൂട്ട് എററും ട്രൂ വാല്യൂയും തമ്മിലുള്ള റേഷ്യോ അനുപാതമാണ് റിലേറ്റീവ് എറർ. അപ്പൊ എങ്ങനെ എഴുതാം, റിലേറ്റീവ് എറർ സമം, റിലേറ്റീവ് എറർ സമം എന്തെന്ന് എഴുതുക, മീൻ അബ്സല്യൂട്ട് എറർ. അതിനെങ്ങനെ എഴുതേണ്ടത്, ഡെൽറ്റ എ ബാർ ബൈ ട്രൂ വാല്യൂ. ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ, ദാറ്റ് മീൻസ് എ ബാർ. ഇതാണ് റിലേറ്റീവ് എറർ. അവസാനത്തെ കാര്യം പെർസെന്റേജ് എറർ. റിലേറ്റീവ് എറർ പഠിച്ചാൽ പിന്നെ പഠിക്കുന്നത് പെർസെന്റേജ് എറർ. പെർസെന്റേജ് എറർ. പെർസെന്റേജ് എറർ കണ്ടെത്താൻ റിലേറ്റീവ് എററിനെ 100 കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ പെർസെന്റേജ് ഇങ്ങനെ എഴുതാമേ, പെർസെന്റേജ് എറർ ഇസ് ഈക്വൽ ടു റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ഇൻറ്റു എന്ത് ചെയ്യുക, 100 ചെയ്യുക. ഇതാണ് പെർസെന്റേജ് എറർ എന്ന് പറയുന്നത്. അപ്പോ ചോദ്യം ഇതാണ്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ എന്ത് കണ്ടെത്താൻ പറയും, പെർസെന്റേജ് എറർ കണ്ടെത്താൻ പറയും. പെർസെന്റേജ് എറർ കണ്ടെത്തണമെങ്കിൽ റിലേറ്റീവ് എറർ വേണം. റിലേറ്റീവ് എറർ കണ്ടെത്തണമെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ വേണം. മീൻ അബ്സല്യൂട്ട് എറർ കണ്ടെത്തണമെങ്കിൽ അബ്സല്യൂട്ട് എറർ വേണം. അബ്സല്യൂട്ട് എറർ കണ്ടെത്തണമെങ്കിൽ ട്രൂ വാല്യൂ വേണം. അപ്പോ A1, A2, A3 എക്സെട്ര AN മെഷേർഡ് വാല്യൂ ആണ് എങ്കിൽ അതിന്റെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ കണ്ടെത്താൻ അത് എല്ലാം കൂടെ കൂട്ടുക, സം ചെയ്യുക, എന്നിട്ട് എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇതാണ് ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ. അബ്സല്യൂട്ട് എററിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ കൊണ്ടാണ്, ഡെൽറ്റ എ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും, അത് ഓരോ മെഷേർഡ് വാല്യൂ ട്രൂ വാല്യൂ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് അബ്സല്യൂട്ട് എറർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എത്ര എണ്ണം കിട്ടിയോ അത്രയും എന്ത് കിട്ടും, അബ്സല്യൂട്ട് എറർ കിട്ടും. അങ്ങനെ അബ്സല്യൂട്ട് എറർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, ഈ കിട്ടിയ അബ്സല്യൂട്ട് എററിന്റെ എന്ത് കണ്ടുപിടിക്കുക, മീൻ കണ്ടുപിടിക്കുക. ഡിനോട്ട് ചെയ്യേണ്ടത് ഡെൽറ്റ എ ബാർ എന്നാണ്. അതാണ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ കിട്ടിക്കഴിഞ്ഞാൽ മീൻ അബ്സല്യൂട്ട് എററിനെ എന്തുകൊണ്ട്, ട്രൂ വാല്യൂ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി, പെർസെന്റേജ് എറർ. വീണ്ടും പറയുന്നു, പരീക്ഷയ്ക്ക് ഒരിക്കലും ജനറൽ കേസ് ആയിരിക്കത്തില്ല. ഇവിടെ വാല്യൂസ് തരും. ഒരു എക്സ്പെരിമെന്റ് വഴി ചെയ്ത് കിട്ടിയ വാല്യൂസ് 165.2, 165.6,
165.3 165.4 ഇങ്ങനെ കരുതുക. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറയും? എക്സ്പെരിമെന്റിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറയും? പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ ട്രൂ വാല്യൂ അറിയണം. ഈ ട്രൂ വാല്യൂ അറിഞ്ഞിട്ട് ഓരോ എററിന്റെ ഓരോ വാല്യൂവിന്റെ എന്ത് കിട്ടും? അബ്സല്യൂട്ട് എറർ കിട്ടും. അതിൽ നിന്ന് മീൻ അബ്സല്യൂട്ട് എറർ കിട്ടും. മീൻ അബ്സല്യൂട്ട് എററിനെ ട്രൂ വാല്യൂ കൊണ്ട് ഹരിക്കുമ്പോൾ റിലേറ്റീവ് എറർ, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പെർസെന്റേജ് എറർ. അപ്പൊ ജനറൽ കാര്യം എഴുതിയെടുത്ത് പഠിക്കുക. ഇതിന്റെ പ്രോബ്ലവുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ എന്ത് ചെയ്യാം? ഓക്കെ.